ഫേഴ്സിന്റെ 5ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തി വിജ്ഞാപനം. 24 ന്യൂസിലെ ഈ വാർത്ത ഒറ്റ നോട്ടത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ തുടക്കമായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ കുറ്റം പറയാനാവില്ല. കാരണം അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വാർത്തയുടെ കെട്ടും മട്ടും. എന്നാൽ വാർത്തയ്ക്കുള്ളിലെ വാസ്തവം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് കറന്റ് അഫയേഴ്സിലൂടെ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം. 2019 ജനുവരി 7 കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച യൂണിയൻ ക്യാബിനറ്റ് അംഗീകരിച്ച ഒരു ബില്ലാണിത്. നിലവിലുള്ള 50% സംവരണ സീറ്റുകളുടെ മുകളിൽ, അതായത് നിലവിലുള്ള 50% സംവരണ സീറ്റുകൾ എന്ന ആ ഒരു ലെയറിന് മുകളിൽ ഉള്ള ഒരു 10% സംവരണമായിട്ടാണ് ഈ ബില്ല് വരുന്നത്. എന്ന് വെച്ചാൽ ഇനി മുതൽ മൊത്തം സംവരണം എന്ന് പറയുന്നത് 60% ആയിരിക്കും. അതായത് നിലവിൽ സംവരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് യാതൊരുവിധ കുറവുകളും ഉണ്ടാവുകയുമില്ല. അഡീഷണൽ ആയിട്ട് മുന്നോക്ക ജാതിക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു 10% സംവരണം കൂടി അങ്ങ് ആഡ് ചെയ്തു. അപ്പൊ ഇതുകൊണ്ട് നിലവിൽ 50% സംവരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരുവിധ നഷ്ടവും ഇല്ല. പക്ഷെ ബില്ല് ക്യാബിനറ്റ് അംഗീകരിച്ച് 22 മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ സർക്കാർ ഈ ബില്ല് പ്രാബല്യത്തിൽ വരുത്താനുള്ള ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഞാൻ എതിർപ്പ് എന്നുള്ളത് മാറ്റി വിരോധം എന്ന് പറഞ്ഞത് എന്ന് ഒരു പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. വിരോധമുള്ളിടത്ത് എതിർപ്പുണ്ടാകും, എന്നാൽ എതിർപ്പുള്ളിടത്ത് വിരോധമുണ്ടാവണമെന്നില്ല. ഉദാഹരണം, കേരളത്തിൽ രാഷ്ട്രീയപരമായി 2 ചേരികളിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിന് പുറത്ത് തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളാണ്. അതായത് എതിർപ്പുള്ളിടത്ത് ഉപാധികളോട് കൂടിയ സഖ്യവും, എന്നാൽ വിരോധമുള്ളിടത്ത് വെറുപ്പും മാത്രമാണ് ഉണ്ടാകുക. അതുകൊണ്ടായിരിക്കണം അഷ്ടിക്ക് വകയില്ലാത്ത മുന്നോക്ക വിഭാഗക്കാർക്ക് പ്രതീക്ഷയാകുന്ന ഈ നയത്തിനെതിരെ കഴിഞ്ഞ 22 മാസം ഈ സർക്കാർ മുഖം തിരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ വേളയിൽ സർക്കാരിന്റെ പ്രതിച്ഛായയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ പല കേസുകളിലും, ഇപ്പൊ ലൈഫ് മിഷൻ, അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെയുള്ള അനവധി വിഷയങ്ങളിൽ ഒരു പ്രതിയുടെ ഛായയിൽ നിൽക്കുന്ന സർക്കാരിന് സ്വന്തം അണികളെങ്കിലും കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിന്റെ ഭാഗമായിരിക്കണം ഇപ്പോഴുണ്ടായ ഈ ബോധോദയം. കഴിഞ്ഞ 5 മാസം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഇടപെടാൻ പോയ സമ്പത്തിന് കൊടുത്ത മൊത്തം ശമ്പളത്തേക്കാൾ കൂടുതലായിരിക്കണം PR വർക്കിന് വേണ്ടി LDF സർക്കാർ ഒരു മാസം ചെലവഴിക്കുന്ന തുക. അതുകൊണ്ടായിരിക്കണമല്ലോ LDF സർക്കാരിന്റെ ഭരണ നേട്ടം എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ മുഖ്യധാരാ മാധ്യമമായിട്ടുള്ള 24 ന്യൂസും പിന്നെ ഓൺലൈനിൽ മാത്രം ഇട്ട് കളിക്കുന്ന റിപ്പോർട്ടർ എന്ന ചാനലും ഈ ഒരു വാർത്ത കൊടുക്കാനുള്ള കാരണം. 24 ന്യൂസിന്റെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനം ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ മുന്നേ തന്നെ കൊണ്ടുവന്ന അവതരിപ്പിച്ച ഈ ഒരു ബില്ലിനകത്ത് ഒരു ചട്ട ഭേദഗതി വരുത്തി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ 100% അത് കേരള സർക്കാരിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2 വാർത്തകൾ. യഥാർത്ഥത്തിൽ ഈ വാർത്ത കൊടുക്കേണ്ടത് ഇപ്രകാരമായിരുന്നു: 22 മാസങ്ങൾക്ക് ശേഷം കേന്ദ്ര വിജ്ഞാപനത്തിന് ആവശ്യമായിട്ടുള്ള ചട്ട ഭേദഗതികൾ വരുത്തിക്കൊണ്ട് കേരള സർക്കാർ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഈ വാർത്ത കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ മാധ്യമധർമ്മത്തിനോട് നീതി പാലിച്ചുകൊണ്ട് വാർത്ത കൊടുത്തു എന്ന് നമുക്ക് പറയാമായിരുന്നു. നിരവധി ആൾക്കാർ ഈ ഒരു വാർത്തയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട 2 രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് പലർക്കും ഉള്ളത്. ഒന്ന്, നിലവിൽ സംവരണം അനുഭവിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ഉള്ള സംവരണം നഷ്ടപ്പെടും എന്നുള്ള തെറ്റിദ്ധാരണ ഒന്ന്. 2, ഇത് ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഹൈപ്പിലൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ്. ഈ 2 തെറ്റിദ്ധാരണകളാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ ഇടത് ബുദ്ധിജീവികൾ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നവർ പലരും എതിർപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. CR നീലകണ്ഠന്റെ ഒരു പ്രസ്താവനയൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് കമന്റ് ആയിട്ട് സൈഡിൽ കൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് അവരുടെ തന്നെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കണം. കാരണം അവരിങ്ങനെ സംഗതി കൊണ്ടുവരികയും എന്നിട്ട് അവരുടെ ബുദ്ധിജീവികളെ കൊണ്ട് എതിർപ്പ് പറയിപ്പിക്കുകയും അതേസമയം മുഖ്യധാരാ മാധ്യമ
മാധ്യമങ്ങളിലൂടെ PR വർക്ക് നടത്തിക്കൊണ്ട് ഇത് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ചരിത്രപരമായിട്ടുള്ള തീരുമാനമാണെന്നുള്ള ഒരു ഇമേജ് സമൂഹത്തിൽ കൊടുക്കുകയും ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള 2 തെറ്റിദ്ധാരണകളും ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് പ്രബുദ്ധതയോടെ ചിന്തിച്ചുകൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിന്റെ ഭാഗം നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് വേണ്ടത്. സത്യമേവ ജയതി. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായവർ അടുത്തുള്ളവരിലേക്ക് ഈ യാഥാർത്ഥ്യം പകർന്നു കൊടുക്കുക. ഈ വീഡിയോ കണ്ടു പോകുന്ന പോക്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊന്നടിച്ചേക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഈ സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. നന്ദി.